അപ്പോൾ കാലാവസ്ഥ വിശേഷങ്ങളുമായിട്ട് അശ്വതി വിശ്വനാഥനുണ്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ മൊത്തത്തിലൊരു ദിനാന്തരീക്ഷ അവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ 8 മണിയാവാറായില്ല. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ അറിയേണ്ട സമയമായി. നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഇന്ന് നൽകിയിട്ടുള്ളതെന്ന്. അപ്പോൾ പതിവ് പോലെ നമുക്കിന്ന് മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മഴയൊന്നും ഇല്ല എന്ന് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. കാരണം പ്രത്യേക അലേർട്ടോ കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ മഴയൊക്കെ കുറവായ സ്ഥിതിക്ക് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടിയുണ്ട്. തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ കുറവാണെങ്കിലും പ്രത്യേക അലേർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചൂടിന് ഒരു കുറവുമില്ലെന്നാണ് കാലാവസ്ഥ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ വരാനുള്ള താപനില വരാനുള്ള സാധ്യത എന്നാണ് ഇനി പരിശോധിക്കുന്നത്. കണ്ണൂർ, കോട്ടയം, തിരുവനന്തപുരം, കൊച്ചി ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 34, കോട്ടയം ജില്ലയിൽ 33, തിരുവനന്തപുരം ജില്ലയിൽ 33 ഡിഗ്രി സെൽഷ്യസും കൊച്ചിയിൽ 30 ഡിഗ്രി സെൽഷ്യസും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ പ്രത്യേക അലേർട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ വളരെ നല്ല ചൂടാണ് കാലാവസ്ഥ വകുപ്പ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു കുടയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ കരുതുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക. തിരികെ സേതുവിലേക്ക്. ഓക്കെ അശ്വതി, ശരി. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ്? പിന്നെ ഇപ്പോൾ അശ്വതി പറഞ്ഞ പോലെ മഴയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രജി